ദുൽഖറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? നമുക്ക് കണക്ട് ആവുമല്ലോ ചില ആൾക്കാരായിട്ട്. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയിരുന്നോ? നിങ്ങൾ സിനിമ അല്ലെങ്കിൽ ഫുള്ള് ചെയ്തതിന് ശേഷം നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നമ്മള് ഈ മമ്മൂട്ടിയുടെ മകൻ അങ്ങനെ എന്നൊക്കെ മാറി അല്ല, നമുക്ക് ആ ഒരു ഇതിലാണ് നമ്മൾ ആദ്യം നറേറ്റ് ചെയ്യാൻ ചെല്ലുന്നത് പോലും. പറയുമ്പോഴും പുള്ളിയുടെ അടുത്ത് അപ്പൊ പുള്ളിയും ഇങ്ങനെ ആന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോ നമുക്ക് ടെൻഷനായിരുന്നു ആദ്യം. പക്ഷെ അതില് ഒരു ഞങ്ങളെ ഏറ്റവും പേടി ഉണ്ടായിരുന്നൊരു അതിലെ ഹീറോയിന്റെ ക്യാരക്ടർ ലാസ്റ്റ് മരിച്ചു പോയി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇവര് അന്വേഷിച്ചൊക്കെ നടന്ന് ഇയാൾ ലാസ്റ്റ് കണ്ടെത്തുമ്പോ ഇവര് മരിച്ചു പോയതാന്ന് അറിയുമ്പോ പുള്ളി അതെങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. ഇതിലെ തമാശ സീനുകളൊന്നും കേട്ടിട്ട് അങ്ങനെ പുള്ളി ചിരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കേട്ടപ്പോ പുള്ളി ഒരു ചിരി ചിരിച്ച് ഞാൻ ഓർത്ത് പോയി. ഇത്ര സീരിയസ് ആണ് മുന്നോട്ട് ചിരി ചിരിച്ചത്. അയ്യോ പണി പാളിയോന്ന് കഴിഞ്ഞു പുള്ളി. എന്നിട്ട് പുള്ളി പറഞ്ഞത് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷമായി. പുള്ളിക്ക് അത് ഇഷ്ടമാണ് ചെയ്തത്. എന്നിട്ട് നമ്മളത് പിന്നീട് കുറച്ചും കൂടി അഡീഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ കറക്ഷൻസ് ഒക്കെ ചെയ്തു. പുള്ളി പറഞ്ഞ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. അപ്പം അത് പുള്ളി പിന്നീട് പറയുകയും ചെയ്തു. നമ്മളിങ്ങനെ എന്തെങ്കിലും സജഷൻ പറഞ്ഞാലും ആരും ചെയ്യാറില്ല അത്, നിങ്ങളത് ചെയ്തതിൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയും. പിന്നെ പുള്ളി എപ്പോഴും സംസാരിക്കുമ്പോൾ പുള്ളി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു ഇത് പുള്ളിക്ക് എപ്പോഴും ഉണ്ട്. ആരോട് സംസാരിക്കുമ്പോഴും അത് ഉണ്ടാവും, നാച്ചുറലി ഉള്ളതാണ്. നമ്മൾ സംസാരിച്ച പുള്ളി ലോക്കലായിട്ടുള്ളതാണ്. പിന്നെ അതില് പക്ക നമ്മള് ഉദ്ദേശിച്ച അതേപോലെ തന്നെ പുള്ളി പെർഫോം ചെയ്യാറ്. നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ. DQ അത്രയും ഇത് എന്താ പറയാ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര കാര്യം തന്നെയാണ്. അപ്പൊ ഞങ്ങളായിട്ട് ഇരുന്നുള്ള ഇന്റർവ്യൂവിലും ഇപ്പൊ പറഞ്ഞ പോലെ അത്രയും എന്താ പറയാ കാഷ്വൽ ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. നിങ്ങൾ കുറേ വർഷം ഇങ്ങനെ നമ്മൾ സിനിമയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നു. പൊസിഷനാണെങ്കിൽ അതിന്റെ പല മേഖലകളിലൂടെ കടന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ലുക്ക് ബാക്ക് ഒക്കെ ചെയ്യാനുള്ളൊരു സമയം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ അപ്പം തൊട്ട് തുടങ്ങിയതല്ലേന്ന്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു ഇനി സിനിമയിൽ. അപ്പം അന്ന് തുടങ്ങിയതാണല്ലോ എന്നൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ ആലോചിച്ച് ഒരുപാട് പ്രായമില്ല. ഇപ്പോഴും ലൈവായിട്ട് പോകുന്നുണ്ടല്ലോ, രസമായിട്ട്. അത് തന്നെ വലിയ ഭാഗ്യം. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതിൽ പുതിയ പുതിയ റോളുകൾ വരുന്നു. ഇപ്പം ഈ സിനിമയിൽ ആദ്യമായിട്ട് നമ്മൾ നിർമ്മാതാവ് ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ നിർമ്മാതാവ്. ഇപ്പം അതിൻ്റെ ഇതുവരെ ഒരു സിനിമയുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നതാണ് നമ്മളുടെ ഒരു രീതിയും. അങ്ങനെയാണ് ഇതുവരെ എല്ലാ സിനിമയ്ക്കും നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആകുമ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പഠിച്ചു. അതെ, അടുത്ത മേഖല കൂടി. അതെ, ഇതിൻ്റെ ബിസിനസ് വൈസ് ആയിട്ട് അങ്ങനെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ.